ഈവനിങ് ആയ ഒരു ചായ പതിവുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോക്കനട്ട് ചായ. ഈ ഓപ്പൺ സ്പേസിൽ നിന്നുകൊണ്ട് ഈ ഒരു കോക്കനട്ട് ചായയും ഈ പാനിപ്പൂരി വേറെ തന്നെ വൈബാണ്. ആലപ്പുഴയിൽ തന്നെ ആദ്യമായിട്ട് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും ഫില്ലി സാൻഡ്വിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കഫേയിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 7 മന്ത്സ് ആയിട്ട് ഓപ്പൺ ചെയ്തൊരു കഫേ. ആലപ്പുഴയിൽ തന്നെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. ബ്രിയോഷ് ബണ്ണിലാണ് ബർഗേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ഹൗസ് റെസിപ്പി വെച്ച് ബോമേ ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു ഫില്ലി ചീസ് സാൻഡ്വിച്ച് ഒരു രക്ഷയില്ല. അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അൾട്ടിമേറ്റ് ബർഗറും പുൾഡ് ബീഫ് ബർഗറൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ബർഗേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബ്രിയോഷ് ബണ്ണ് വെച്ചിട്ട് ആലപ്പുഴയിൽ തന്നെ വേറെ എവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ബെസ്റ്റോ പാസ്തയും ലോഡഡ് ഫ്രൈസും കൂടി ട്രൈ ചെയ്തു. കഴിച്ചതിന്റെയൊക്കെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ കാണുമ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാം അഫോർഡബിൾ ആണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ ജിമ്മന്മാരെയൊക്കെ കണക്കിലെടുത്ത് വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സാലഡ്സും ഇവിടെ ഉണ്ട്. മാഷ്മാലോസ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു പില്ലോ കൊക്കോ ഹോട്ട് ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് വൈറലായ സമയത്ത് കാലിക്കറ്റെന്നും കസാക്കിസ്ഥാനും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ ആണ്. ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഷുഗർ കട്ടുള്ളവർക്കാണ്. കാരണം എന്നെപ്പോലെ ഷുഗർ ഇഷ്ടപ്പെടുന്നവർ ഇത് എന്തായാലും വന്ന് കഴിച്ചു നോക്കും. ഷുഗർ കട്ടുള്ളവർ എപ്പോഴെങ്കിലും ഒരു മധുരം കഴിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ വന്ന് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിന്റെയും സലൂൺ ഡിയാറിന്റെയും തൊട്ടടുത്ത് തന്നെയാണ്. ബൈറ്റ്സ് മീ റസി പർപ്പിൾ.